ഹായ് മക്കളെ, നിങ്ങളുടെ ലാബ് എക്സാംസ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ മുമ്പിലുള്ള അടുത്ത കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ എക്സാം ആണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ പബ്ലിക് എക്സാം വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പല കുട്ടികളും +1 പല സബ്ജക്ട്സും ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാനിങ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ പേടിക്കുന്നു വേണ്ട, സ്റ്റഡി പ്ലാനൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം. നിങ്ങളത് പ്രോപ്പറായി പഠിക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഇതിൽ പലരും മറന്നുപോയ വേറൊരു കാര്യമുണ്ട്. ഇത്തവണത്തെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റായ കേരളത്തിൻ്റെ സ്വന്തം കീം എക്സാം ഏപ്രിലാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ മുമ്പിലാണ് എക്സാം നടത്തുന്നത്. കാരണം കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ജൂണിലായിരുന്നു എക്സാം നടന്നിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയം കിട്ടിയിരുന്നു എന്തിനു ശേഷം, ബോർഡ് എക്സാമിന് ശേഷം. എന്നാൽ ഇത്തവണ നിങ്ങൾ +2 പബ്ലിക് എക്സാമിൻ്റെ ഇടയ്ക്ക് +1 ഇമ്പ്രൂവ്മെൻറ്റും കൂടി എഴുതി കഴിഞ്ഞു. വളരെ കുറഞ്ഞ ദിവസം, സത്യം പറഞ്ഞാൽ തികച്ചൊരു മാസം പോലും നിങ്ങൾക്ക് എന്തില്ല പ്രിപ്പയർ ചെയ്യാൻ എന്തിനില്ല, കീമിനില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാനത് ആക്ച്വലി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. ജെയുടെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ജെയ് ഫേസ് 1 ജാനുവരി നടക്കുന്ന ഫേസ് 1 അധികം ടൈം പ്രിപ്പറേഷന് കിട്ടാറില്ല. അതുകൊണ്ട് കട്ട് ഓഫുകൾ പൊതുവെ കുറയാറുണ്ടാവാറ്. രണ്ടാമത്തെ ഫേസ് ഏപ്രിൽ നടക്കുമ്പോഴത്തേനും കൂടുതൽ പേര് എന്ത് ചെയ്യും, പഠിച്ച് എക്സാം ചെയ്തായിരുന്നു. എന്നാൽ ഇത്തവണത്തെ ഈ ഒരു കേസ് വളരെ നിങ്ങൾ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. അതായത് വളരെ കുറഞ്ഞ ദിവസം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ നിങ്ങളെ സൈഡിൽ നിന്ന് കൊണ്ടുവന്നാൽ, കുറച്ച് സയൻറ്റിഫിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കീം ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. ഈ ഒരു അവസരം നിങ്ങൾ എന്തിനും മുതലാക്കണം. അപ്പോൾ ഇതിലും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്ട്സ് ആണ് +1 +2 ബേസ്ഡ് ആയിട്ട് എന്തിലുള്ളത്, കീം എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ഈ കീം എക്സാമിനുമായി ബന്ധപ്പെട്ട ഒരു ഫ്രീ വെബിനാർ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂപോർട്ട് നാളെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സ്വന്തം അജാസ് സാറാണ് ആ വെബിനാർ ലീഡ് ചെയ്യുന്നത്. ഫെബ്രുവരി 7 രാത്രി 8 മണിക്കാണ് നമ്മൾ ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ എന്തുള്ളൂ അതിൽ പ്രവേശനം ഉണ്ടാവുള്ളൂ. ഫ്രീ ആണ്. അപ്പോൾ താഴെ ഞാൻ പിൻഡ് മെസ്സേജിൽ ഫോം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക. ആൻഡ് കീമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അജാസ് സാർ ചോദിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്, മറക്കണ്ട. നാളെ രാത്രി 8 മണിക്ക്.